സോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് GTA 5 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൈക്കിളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ വീടിൻ്റെ അകത്ത് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുതിരൻ്റെ ടോയ്മാതിരി സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറുത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ റൂം. എത്ര വലിയ മാൻഷനാണ് നോക്കുക ഗൈസ്. വീടേ അല്ല, ഇത് മാൻഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ മാറാം. ഓക്കെ, നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് നമ്മൾക്ക് ഒരു ഉച്ച ഉറക്കം കഴിയുക. നമ്മൾ മറ്റേ വണ്ടിയൊക്കെ ഇടിച്ചിട്ട് അതിൻ്റെ ക്ഷീണത്തിലിരിക്കുക. നമ്മൾക്കൊന്ന് ഉച്ച ഉറക്കം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ കേസ്, അങ്ങനെ നമ്മുടെ മൈക്കിളിൻ്റെ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ മൈക്കിൾ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സംഘം നമ്മളുടെ മൈക്കിളിൻ്റെ വീട് കാണിച്ചിട്ട് അതങ്ങനെ രാത്രിയാണോ രാവിലെ ആവണോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ രണ്ടാം മകളും പിന്നെ അതാരാണ് വേലക്കാരി അല്ല മൈക്കിളിൻ്റെ ഭാര്യയുമായിട്ട് ചണ്ടയിലാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കിൾ കാജാ വീഡിയോ ഒക്കെ വലിച്ചിട്ട് നേരെ വന്നങ്ങണ്ട് നമ്മുടെ മറ്റേ സോഫയിലിരിക്കാൻ വേണ്ടി പോവാണ്. മറ്റേ ചെറിയ ചെയർ ഉണ്ടാവില്ലേ, ബീച്ചിലൊക്കെ പോയി വെച്ചാൽ കാണാൻ പറ്റില്ല, കുറേ പേര് വെയിലത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ കാണുന്നിട്ട് നല്ല കാജാ വീഡിയോ ഒക്കെ വലിച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ റിയൽ ലൈഫിൽ വലിച്ചു വെച്ചാൽ ക്യാൻസർ വരും, അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കാണുന്ന പറഞ്ഞാൽ ആരും വലിക്കാനൊന്നും പോകണ്ട. അപ്പം ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്രാങ്ക്ലിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൾ കാജാ വീഡിയൊക്കെ വലിച്ച് സൂപ്പറായിട്ട് കണ്ണാടിയൊക്കെ തുറന്ന് നമ്മുടെ മൈക്കിളിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിന് മൈക്കിളിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സിമിയോൻ വന്നിട്ട് ഒരു ഫ്രോഡാണ്, ഇത്രയും കാലം നമ്മുടെ ഫ്രാങ്ക്ലിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമ്മുടെ ഫ്രാങ്ക്ലിന് മനസ്സിലായി. പിന്നെ നമ്മുടെ മൈക്കിൾ വന്നിട്ട് പറയുകയാണ്, ഇനി നീ എൻ്റെ കൂടെ ചേരുക, അവൻ്റെ കൂടെ ചേരാതെ പറയുന്നു. അപ്പോൾ ഈ മൈക്കിളിൻ്റെ കൂടെ ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഉപകാരം, നിറയെ സാലറി കിട്ടും, നിറയെ പൈസയൊക്കെ കിട്ടും മൈക്കിളിൻ്റെ കൂടെ ചേർന്ന് വെച്ചാൽ. പിന്നെ ഗ്യാങ്സ്റ്ററൊക്കെ ആയിട്ട് ഇതുമാതിരി സൂപ്പറായിട്ട് വലിയ ബില്യണിയർ വീടൊക്കെ കിട്ടി സൂപ്പറായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ മൈക്കിൾ വന്ന് വെച്ചെല്ലാം ശരിയോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ മൈക്കിളിൻ്റെ കൂടെ ചേർന്ന് വെച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗ്യാങ്സ്റ്ററൊക്കെ ആകാൻ പറ്റുന്നതാണ് നമ്മുടെ മൈക്കിൾ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിന് ജോലിയൊന്നും ഇല്ലാണ്ട് തെണ്ടിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും ജോലി കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടാണ് മൈക്കിളിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. മൈക്കിളിന് പിന്നെ നിറയെ പൈസയൊക്കെ ഉണ്ട്, ബില്യണറാണ്. അപ്പോൾ ഒരു മാൻഷനെ ഉണ്ട് അവൻ്റെ വീട്ടിൽ. അപ്പോൾ അവൻ്റെ മകനെ കളിക്കാൻ വേണ്ടിയിട്ട് ഗെയിമിംഗ് റൂം ഒക്കെ വെച്ചിട്ടുണ്ട്, വലിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കാരണം നമ്മുടെ മൈക്കിൾ ഈ അംബാനിനെയും മിസ്റ്റർ ബീസ്റ്റിനെ പോലെയൊക്കെ പൈസയൊക്കെ എറിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കുകയാണ്. അതും ഗ്യാങ്സ്റ്ററാണെന്നും കൂടെ ആലോചിക്കണം, ടെററാണ് ആള്. അപ്പോൾ ഇയാളുടെ കയ്യിൽ മൈക്കിളിൻ്റെ കയ്യിൽ ഗണ്ണ് AK-47 ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിന് മൈക്കിളിൻ്റെ കൂടെ ചേരണം പറയണം. അങ്ങനെ നമ്മുടെ മൈക്കിൾ പറയണ, ഞാൻ എനിക്ക് ഓരോരോ മിഷൻസൊക്കെ തരാം, നീ എൻ്റെ കൂടെ കൂടു എന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിന് ശരി നിങ്ങളുടെ കൂടെ കൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിളും ഫ്രാങ്ക്ലിനും കൂടിയിട്ട് ഈ ഫ്രാങ്ക്ലിനൊരു വലിയ ഗ്യാങ്സ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ കുറച്ച് മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ ജിമ്മി വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു ട്രബിളിൽ കിടക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജിമ്മി വന്നിട്ട് ഈ ജിമ്മീൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഈ ജിമ്മിൻ്റെ അച്ഛൻ വന്നിട്ട് നിറയെ പണക്കാരനാണ് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ബോട്ട് അഴിച്ചു മാറ്റിയിട്ട് നമ്മുടെ ജിമ്മീൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വന്നിട്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഇത് നമ്മുടെ മൈക്കിൾ അറിഞ്ഞു. അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ ജിമ്മ് വന്നിട്ട് ഒരു ട്രബിളിലും കൂടെ കിടക്കുകയാണ് അത് വിൽക്കാൻ വേണ്ടി പോണ സമയത്ത്. അപ്പോൾ ഇതും കൂടെ അറിഞ്ഞപ്പോൾ നമ്മുടെ മൈക്കിളിന് ദേഷ്യം വന്നിട്ട് മിഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ ഒരു മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ യെസ്, അപ്പോൾ ഈ നമ്മുടെ ചുമപ്പ് കാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ലോറി പോണ് കണ്ട, ഈ ലോറിൻ്റെ മുകളിൽ ഒരു വെള്ള കളറിൽ സാധനം കണ്ട, അതാണ് നമ്മുടെ മൈക്കിളിൻ്റെ ബോട്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനായ ബോട്ടിൻ്റെ മേലെ കയറിയിട്ട് അവിടുത്തെ വില്ലന്മാരനൊക്കെ തല്ലിയിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മൈക്കിളിൻ്റെ ഈ ബോട്ടിനൊന്നും പറ്റാൻ പാടില്ല, കാരണം അത്രയും ലക്ഷറായിരിക്കുന്ന ബോട്ടാണ്. അപ്പം ഈ വില്ലന്മാരനൊക്കെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, ഒരു വില്ലനെ അപ്പുറത്ത് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ഈ സാധനം പണയം വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു മൊട്ടത്തലയുണ്ട്. നേരത്തെ നമ്മുടെ ഫ്രാങ്ക്ലിനെ മൊട്ടത്തലേൻ്റെ കൂടെ ഉടക്കിയിട്ടുണ്ട്.
അപ്പോൾ അവൻ ഒരു ചില്ല കുഴപ്പമൊന്നുമില്ല, അവന് നല്ലൊരു പ്രശ്നക്കാരനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജിമ്മിയും ഫ്രാങ്ക്ലിനും തൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിമ്മിനെ താഴ്ത്തിയിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ കാറിലേക്കാക്കാൻ വേണ്ടിയിട്ട് വേറൊരുത്തൻ അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേവനാണെങ്കിൽ എന്നിട്ട് രക്ഷിച്ചവനാണെങ്കിൽ താഴെ വീഴുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ അങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഫ്രാങ്ക്ലിന് നമ്മുടെ മൈക്കിളിൻ്റെ കാറിലേക്ക് ചാടണം, അതാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പം ഇതിലെങ്ങാനും ഫ്രാങ്ക്ലിൻ താഴെ വീണ് വെച്ച് കഴിഞ്ഞാൽ അത്രയും എല്ലാം കഴിഞ്ഞു. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് നമ്മുടെ മൈക്കിളിൻ്റെ വണ്ടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിളിന് ഭയങ്കരമായി ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ട് അങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും സേഫായിട്ട് തന്നെ നമ്മുടെ ബോട്ട് വന്നിട്ട് മൈക്കിളിൻ്റെ വീട്ടിലെത്തുക. അപ്പോൾ നമ്മുടെ മൈക്കിൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെയും ജിമ്മിൻ്റെയും കൂടെ വരാൻ സൗകര്യമില്ലാന്ന്. കാരണം നമ്മുടെ മൈക്കിളിന് വന്നിട്ട് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം മൈക്കിളിൻ്റെ ഒരു വലിയ വിലപ്പെട്ട ഒരു ബോട്ടാണ് നമ്മുടെ ജിമ്മി വിൽക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ നമ്മുടെ മൈക്കിൾ ഊബറും വിളിച്ചിട്ട് നമ്മുടെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനും ജിമ്മിയും ഇപ്പോൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് ഒരു സൈഡ് നിർത്തിയപ്പോൾ നമ്മുടെ മൈക്കിളിന് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. നമ്മുടെ ജിമ്മിൻ്റെ കൂടെ പോകാനും മെയിനായിട്ട് നമ്മുടെ ജിമ്മിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മൈക്കിളിന് യാതൊരു താല്പര്യമില്ല. കാരണം നമ്മുടെ ജിമ്മിയാണ് മൈക്കിളിൻ്റെ വിലപ്പെട്ട ഒരു സാമാനം വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അപ്പം ഈ മൈക്കിളിന് വന്നിട്ട് ഇവരുടെ കൂടെ വരാൻ ദേഷ്യമായി. അപ്പം ഇവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിന് നിർത്തിയ സമയത്ത് മൈക്കിളിനൊരു സൈഡ് നിർത്തിയ സമയത്ത് അവ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഊബറും വിളിച്ചിട്ട്. അപ്പം മൈക്കിളും എന്തായാലും സേഫായിട്ട് വീട്ടിലെത്തും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിനും ജിമ്മിയും സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിനും ജിമ്മിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിമ്മിയും ഫ്രാങ്ക്ലിനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജിമ്മിയും ഫ്രാങ്ക്ലിനും കൂടെ സംസാരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ നമ്മുടെ മിഷൻ പാസ്സായിട്ടുണ്ട്. സോ ഗൈസ്, ഇനി ഇതുപോലത്തെ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.